ഫ്രഞ്ച് നിർമ്മിത റാഫേൽ യുദ്ധവിമാനങ്ങൾക്കെതിരെ ചൈന ആസൂത്രിതവും വ്യാപകവുമായ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ഫ്രാൻസ് ഔദ്യോഗികമായി തന്നെ ആരോപിച്ചിരിക്കുകയാണ്. റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ താൽപര്യമുള്ള രാജ്യങ്ങളെ, പ്രത്യേകിച്ചും ഇന്തോനേഷ്യയെ ഈ ഇടപാടിൽ നിന്ന് പിന്തിരിപ്പിച്ച് ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം നടക്കുന്നതെന്ന് ഫ്രഞ്ച് സൈനിക രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രമുഖ വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സംഭവ വികാസങ്ങൾ ആഗോള ആയുധ കമ്പോളത്തിൽ നിലനിൽക്കുന്ന തീവ്രമായ മത്സരത്തിന്റെയും സൈനിക ശക്തികൾക്കിടയിലുള്ള അതിർത്തി ലംഘിക്കുന്ന നിഴൽ യുദ്ധത്തിന്റെയും ഏറ്റവും പുതിയ ഉദാഹരണമായി മാറുകയാണ്. ചൈനീസ് എംബസിയിലെ ഡിഫൻസ് അറ്റാഷേമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ തെറ്റിദ്ധാരണ പ്രചാരണം നടക്കുന്നതെന്ന് ഫ്രഞ്ച് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ, റാഫേൽ യുദ്ധവിമാനങ്ങൾ തകർന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന വ്യാജ ചിത്രങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച കൃത്രിമ ഉള്ളടക്കങ്ങൾ എന്നിവയിലൂടെയാണ് റാഫേലിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ചൈനയുടെ ശ്രമം നടക്കുന്നത്. ചൈനീസ് സാങ്കേതിക വിദ്യയുടെയും സൈനികോപകരണങ്ങളുടെയും മേന്മയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതിനായി 1000-ലധികം പുതിയ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളാണ് ഇതിനായി സൃഷ്ടിക്കപ്പെട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് കേവലം ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിനപ്പുറം ആഗോളതലത്തിൽ നടക്കുന്ന ഒരു സൈബർ യുദ്ധത്തിന്റെ സൂചനയാണ് നടക്കുന്നത്. സൈനിക സാമഗ്രികളുടെ വിൽപ്പനയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എന്നും ശക്തമായ മത്സരങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ഒരു പ്രത്യേക സൈനികോപകരണത്തിനെതിരായ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും അതിനായി AI ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും ഒരു രാജ്യം ശ്രമിക്കുന്നത് ആശങ്കാജനകമായ ഒരു പുതിയ പ്രവണതയാണ്. ഇത്തരം പ്രചാരണങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ സാങ്കേതിക മികവിനെയോ കാര്യക്ഷമതയെയോ ചോദ്യം ചെയ്യാനല്ല, മറിച്ച് ആയുധം വാങ്ങാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ നയപരമായ തീരുമാനങ്ങളെയും പൊതുജനാഭിപ്രായത്തെയും സ്വാധീനിക്കാനാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നും വളർന്നുവരുന്ന സൈനിക ശക്തികളിലൊന്നുമാണ് ഇന്തോനേഷ്യ. അവരുടെ പ്രതിരോധ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആധുനിക യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് അതിയായ താല്പര്യമുണ്ട്. റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്തോനേഷ്യയുടെ വ്യോമസേനയുടെ ആധുനികവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത്. ഫ്രാൻസുമായി അവർ ഇതിനോടകം തന്നെ റാഫേൽ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്തോനേഷ്യയെ ലക്ഷ്യം വെച്ചുള്ള ചൈനയുടെ നീക്കങ്ങൾ കൂടുതൽ പ്രസക്തിയേറുന്നത്. ഇന്തോനേഷ്യയ്ക്ക് മേൽ സ്വാധീനം ചെലുത്താൻ ചൈനയ്ക്ക് താല്പര്യമുള്ളതിന് നിരവധി കാരണങ്ങളുമുണ്ട്. തന്ത്രപരമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണൊന്ന്. തെക്കുകിഴക്കൻ ഏഷ്യയിലും വിശാലമായ ഇൻഡോ പസഫിക് മേഖലയിലും ഇന്തോനേഷ്യയുടെ സ്ഥാനം തന്ത്രപരമായി വളരെ നിർണായകമാണ്. ചൈനയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്ക് ഇന്തോനേഷ്യയുമായുള്ള സൈനികവും സാമ്പത്തികവുമായ സഹകരണം അത്യന്താപേക്ഷിതമാണ്. ഈ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ചൈന നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചൈന സ്വന്തമായി വികസിപ്പിച്ചെടുത്ത നിരവധി യുദ്ധവിമാനങ്ങൾ അന്താരാഷ്ട്ര കമ്പോളത്തിൽ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. റാഫേൽ പോലുള്ള പാശ്ചാത്യ നിർമ്മിത യുദ്ധവിമാനങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ചൈനയ്ക്ക് സാധിക്കാറുണ്ട്. റാഫേൽ ഇടപാടിൽ നിന്ന് ഇന്തോനേഷ്യ പിന്മാറിയാൽ ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങൾക്ക് ഒരു വലിയ വിപണി അവിടെ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ചൈനീസ് ആയുധ വ്യവസായത്തിന് വലിയ ഉത്തേജനം നൽകും. ഇന്തോനേഷ്യയുമായുള്ള സൈനിക സഹകരണം ചൈനയ്ക്ക് തെക്കുകിഴക്കൻ ഏഷ്യയിലെ തങ്ങളുടെ രാഷ്ട്രീയവും സൈനികവുമായ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും മേഖലയിലെ സ്വാധീനം കുറയ്ക്കാൻ ചൈനയെ സഹായിക്കും. ഫ്രാൻസിന്റെ പ്രമുഖ വ്യോമയാന കമ്പനിയായ ഡസോ ഏവിയേഷൻ നിർമ്മിക്കുന്ന റാഫേൽ ഒരു അത്യാധുനിക മൾട്ടിറോൾ കോമ്പാക്ട് വിമാനമാണ്. അതായത് ഒരേ സമയം വ്യോമാക്രമണം, വ്യോമ പ്രതിരോധം, രഹസ്യാന്വേഷണം, ഭൂതല ആക്രമണം, ആണവായുധ വാഹകൻ തുടങ്ങിയ വിവിധ തരം ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഇതിന് കഴിയും. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നായാണ് റാഫേലിനെ കണക്കാക്കുന്നത്. ഇതിന്റെ കാര്യക്ഷമതയും യുദ്ധത്തിന്റെ പ്രകടനവും നിരവധി തവണ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യയുടെ സമീപകാല അനുഭവമാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. കഴിഞ്ഞ പാകിസ്ഥാനുമായി നടന്ന സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈ നടപടിയിൽ റാഫേലിന്റെ പ്രകടനം മികച്ചതായിരുന്നുവെന്ന് ഇന്ത്യൻ വ്യോമസേന പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഘർഷത്തിൽ റാഫേൽ വിമാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ വിജയകരമായി ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇത് റാഫേലിന്റെ യഥാർത്ഥ ശേഷിക്കും കൃത്യതയ്ക്കും ഏറ്റവും വലിയ തെളിവായി പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പാകിസ്ഥാൻ റാഫേൽ വിമാനങ്ങളെ തകർത്തുവെന്ന് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ഇന്ത്യ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. കൂടാതെ ഈ അവകാശവാദങ്ങളെ നിഷേധിക്കുന്ന നിരവധി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. റാഫേലിന്റെ പ്രധാന സവിശേഷതകൾ നോക്കാം. ഉയർന്ന വേഗതയിലും അതിവേഗം ദിശ മാറ്റാനും റാഫേലിന് കഴിയും. ഇത് വ്യോമയുദ്ധങ്ങളിൽ നിർണായകമാണ്.
മിസൈലുകൾ, ലേസർ ഗൈഡഡ് ബോംബുകൾ, മറ്റായുധങ്ങൾ എന്നിവ വഹിക്കാനും കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുമുള്ള കഴിവുണ്ട്. ശത്രു വിമാനങ്ങളെയും ലക്ഷ്യങ്ങളെയും ദൂരെ നിന്ന് കണ്ടെത്താനും വീക്ഷിക്കാനുമുള്ള കഴിവ്. ഇത് പൈലറ്റുമാർക്ക് മികച്ച സാഹചര്യബോധവും നൽകും. ശക്തമായ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളാണ് മറ്റൊന്ന്. ശത്രുവിന്റെ റഡാറുകളെയും മിസൈലുകളെയും തെറ്റിദ്ധരിപ്പിക്കാനും സ്വയം സംരക്ഷിക്കാനുമുള്ള കഴിവ്. ബോംബിംഗ്, രഹസ്യാന്വേഷണം, സമുദ്ര നിരീക്ഷണം ഒരേ സമയം നിർവഹിക്കാൻ സാധിക്കുന്നത് റാഫേലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ സവിശേഷതകളെല്ലാം കാരണം പല രാജ്യങ്ങളും റാഫേൽ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചൈനയുടെ തെറ്റിദ്ധാരണ പ്രചാരണത്തിന് പ്രസക്തിയേറുന്നത്. റാഫേലിന്റെ കഴിവുകളെ ദുർബലപ്പെടുത്താൻ ചൈന വ്യാജ വിവരങ്ങൾ ഉപയോഗിക്കുന്നത് അവരുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് മത്സരം കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്.